ശ്രീ എം പ്രകാശൻ മറുപടി നൽകാം. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് പ്രതിരോധത്തിലായിരിക്കുമ്പോഴാണ് ഈ ആഗോള അയ്യപ്പ സംഗമം തുടക്കത്തിൽ ആദ്യം ആ പരിപാടിയാണല്ലോ തുടങ്ങുന്നത്. അത് തൊട്ട് തുടങ്ങുകയാണ് വിവാദം. ഇത് അയ്യപ്പന്റെ ശാപമാണ് എന്ന രൂപത്തിലൊക്കെ ചില ഭാഗത്തുള്ള പ്രതികരണങ്ങളും വരികയാണ്. ഈ ഘട്ടത്തിൽ ഇതിനൊരു വ്യക്തമായ തെളിവോടുകൂടിയുള്ള മറുപടിയല്ലേ നൽകേണ്ടത്? ഈ ചർച്ച തന്നെ യഥാർത്ഥത്തിൽ ഇരുട്ടുമുറിയിൽ ഇല്ലാത്ത കറുത്ത പൂച്ചയെ തപ്പുന്ന പോലെയാണ്. കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിന് മേലെ കോടതിക്ക് സംശയമുണ്ട്. അതിനെപ്പറ്റി പറയേണ്ടത് ആധികാരികമായിട്ട് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് 17-ന് ആ കാര്യങ്ങളെല്ലാം പറയും. അതിന് മേലെ എന്തെങ്കിലും അന്യായം ഉണ്ടെങ്കിൽ കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതിന് പകരം റിപ്പോർട്ടർ ആ കാര്യത്തെ പറ്റി വിചാരണ നടത്തേണ്ട യാതൊരു കാര്യമില്ല. അതെല്ലാം ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഇവിടെ ചർച്ചയെ പറ്റി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ചയിൽ ഇപ്പോൾ സ്മൃതി അടക്കം 4 പേരാണല്ലോ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരാളാണ് ഞാൻ, എനിക്ക് 30 മിനിറ്റ് തരണം. 16 മിനിറ്റ് തന്നതിൽ 4 മിനിറ്റ് പിന്നെ സ്മൃതി കൊണ്ടുപോയതാണ്. എനിക്ക് 12, എനിക്ക് 30 മിനിറ്റ് തരണം. കാരണം 4 പേര്, സ്മൃതി അടക്കം 4 പേര് നിന്നിട്ട് ചർച്ച നടത്തുകയാണല്ലോ. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കാര്യം കിട്ടുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ച. ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ 27 ഹിന്ദു സംഘടനകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ആർക്കത് നിഷേധിക്കാൻ വേണ്ടി കഴിയുക? 4126 പേർ പങ്കെടുത്തുവെന്ന് കൃത്യമായ നിലക്ക് കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ദേവസ്വം ബോർഡുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി അങ്ങനെ പറയുന്ന പ്രശ്നമില്ല. ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന ഗവൺമെന്റ് അല്ലേ? ദേവസ്വം ബോർഡിനകത്തുള്ള ആളുകൾ നമ്മുടെ സഹാക്കളല്ലേ? പിന്നെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധമില്ല നിങ്ങൾ പറയേണ്ട കാര്യം എന്താ? പിന്നെ അഴിമതിയെ പറ്റിയൊന്നും കോൺഗ്രസ്സുകാരൊന്നും പറയേണ്ട കേട്ടാ. ഉമ്മൻചാണ്ടി അഴിമതി ആരോപണം ഒറ്റ മന്ത്രിയുടെ പേര് പറ. ഇപ്പോ 10 കൊല്ലമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് ഭരിക്കുന്നത്. അഴിമതി ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ഒരു മന്ത്രിയുടെ പേര് പറ. ഇതിൽ പിന്നെ അഴിമതിയെ സംബന്ധിച്ച് നിങ്ങൾ സംസാരിക്കാം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനും ആരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാൻ അറിയാം, ജനങ്ങളോട് കണക്ക് പറയാൻ അറിയാം. അതെല്ലാം ബോധ്യപ്പെടുത്തുന്നതിന് യാതൊരു വിഷമവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ ശബരിമലയിൽ 10 കൊല്ലം മുമ്പുള്ള ആളാണ്. ഇപ്പോൾ അതിലെ 10 ഇരട്ടി ആൾ വന്നിട്ടുണ്ട്. കൃത്യമായ നിലക്ക് പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. പരസ്യമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ളതായിരുന്നു. നിരവധി 10-16 പദ്ധതികൾ വെച്ചുകൊണ്ടുള്ള പ്രോജക്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബജറ്റിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ളതുകൊണ്ട് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും, ദേവസ്വം ബോർഡായിട്ട് ബന്ധമില്ല എന്നല്ല, ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും ഒന്നല്ല. അത് രണ്ടാണ്. അത് സമ്മതിക്കണം. ഇത് നടത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡാണ്, ഗവൺമെൻറ് അല്ല. അത് പറയുമ്പോൾ പിന്നെ ബന്ധമില്ല, ദേവസ്വം ബോർഡായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നതിന് എന്താ ന്യായമുള്ളത്? ഇവിടെ വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് പറയും. അതിനുള്ള കരുത്ത് ദേവസ്വം ബോർഡിനുണ്ട്. ദേവസ്വം ബോർഡിന് നിലവിലുള്ള ചെയർമാൻ പറഞ്ഞല്ലോ 4 കോടി ഉറുപ്പിക കിട്ടിയിട്ടുണ്ട്, കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, കണക്ക് 17 പറയും. അത്രയും പറഞ്ഞാൽ പിന്നെ റിപ്പോർട്ടർ ബേജാറാവേണ്ട കാര്യം എന്താ? ഈ കാര്യങ്ങൾ സംബന്ധിച്ചെല്ലാം പറയാൻ ഉത്തരവാദപ്പെട്ടവരല്ലേ ദേവസ്വം. 17-ാം തീയതി എന്ന് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ ശ്രീ എം പ്രകാശൻ? 17-ാം തീയതി പൈസ കിട്ടാത്ത ഈ ഹോട്ടലിന്റെ പ്രതിനിധികളൊക്കെ വരുന്നു. അവരോടൊക്കെ നിങ്ങൾക്ക് എത്ര കിട്ടാനുണ്ട് എന്ന കണക്ക് ചോദിച്ചെടുക്കാനുള്ള ദിവസമാണ് 17-ാം തീയതി കേട്ടോ. വിധി വന്നിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതിഗുരുതരമായ കോടികൾ തട്ടിപ്പ് നടത്തിയ ഒരു കാര്യം സംബന്ധിച്ച് കോടതി പറഞ്ഞു ഈ ആഴ്ച. ആ കാര്യം സംബന്ധിച്ച് അത് അജയ് തറയിലും അതുപോലെ തന്നെ അന്നത്തെ കോൺഗ്രസ് നേതാവ് തൃപ്രയാർ ഗോപാലകൃഷ്ണനും ഒക്കെയാണ് അതിലെ കൊണ്ടുവന്ന മർശിച്ചുകാരാണെന്ന് അജയ് തറയിൽ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പോറ്റിയെ കൊണ്ടുവന്ന് 2006-ലാണ്, ഞങ്ങളുടെ ഗവൺമെന്റ് ആണ്, ഞങ്ങളുടെ ബോർഡിലെപ്പോഴാണ് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതേ റിപ്പോർട്ടിൽ തന്നെ നിങ്ങളുടെ ചാനലല്ലേ സമ്മതിച്ചത്. പക്ഷെ നിങ്ങളത് പറയില്ല. കാരണം നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് അത് പറഞ്ഞ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. ഞാൻ പറയുന്നത് സ്മൃതി കാര്യങ്ങളെ സത്യസന്ധമായി കാണണം. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം ജനങ്ങൾ അറിയിക്കാനാണ്, ന്യായത്തെ കുറിച്ച് ആളുകൾ ബോധ്യപ്പെടുത്താനാണ്. അല്ലാതെ നിങ്ങളുടെ വേർഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കാനല്ല. ഹൈക്കോടതിയിൽ ഈ പറയുന്ന കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട്, അതിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ശ്രീ എം പ്രകാശൻ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കോടതി ഇവിടെ ഗവൺമെന്റിന് വാദം പറയാൻ വേണ്ടിയിട്ട് ഒരാള് സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ സർക്കാരിനെതിരെ വിമർശനങ്ങളുള്ളവർ ഒന്നിലധികം ഉണ്ടാകുമെന്നേ. അതിന് വേറെ ആരെങ്കിലും സപ്പോർട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് ഏത് സർക്കാർ ആയാലും അങ്ങനെയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ വേണ്ടി കഴിയും. ഈ കേസിനകത്ത് ഞങ്ങളുടെ നിലപാട് അയ്യപ്പന്റെ ക്ഷേത്രത്തെ പരിപാവനമായിട്ട് അതിനെ നിലനിർത്താനും അത് കൈകാര്യം ചെയ്യാനും ഗവൺമെന്റിനാണ് ഏൽപ്പിച്ചിരിക്കുന്ന ജനം, അയ്യഭക്തന്മാരടക്കമുള്ള കേരളത്തിലെ ജനം, അല്ലാതെ കോൺഗ്രസിനെയോ UDF-നെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. കൃത്യമായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്താൻ ബാധ്യതയുണ്ട്. ഞങ്ങൾ അക്കാര്യം കൃത്യമായി നിർവഹിച്ചിരിക്കും, ജനങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കും. പിന്നെ
കിട്ടുന്ന നുറുകുകൾ വെച്ചുകൊണ്ട് ഞങ്ങളെ ഓരോ ദിവസം നുറുങ്ങല്ല 45 ദിവസം പിന്നിട്ട് 144 ദിവസം കൊടുത്ത റിപ്പോർട്ടും പാതി വെന്തതാണെന്നാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇനി മുഴുവൻ വെന്ത റിപ്പോർട്ട് വെയിറ്റ് ചെയ്യാം. 10 ദിവസത്തിന് ശേഷം മുഴുവൻ വെന്ത റിപ്പോർട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 8 കോടിയുടെ കണക്ക് വിശദമായി പറയുമെന്ന് പ്രതീക്ഷിക്കാം. എന്തെല്ലാം ആക്രോശിച്ചാലും അതിലൊന്നും യാതൊരു നിലക്കുള്ള ബേജാറില്ല. അതെല്ലാം കൃത്യമായ നിലക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിലെല്ലാമുള്ള കരുത്ത് LDF ഗവൺമെന്റിനോട്. കാരണം ഞങ്ങൾക്കറിയാം ജനങ്ങളാണ് യജമാനന്മാർ, അവരെയാണ് കാര്യം ബോധ്യപ്പെടുത്തേണ്ടത്. അവരെ കാര്യം ബോധ്യപ്പെടുന്നതിന് സംവിധാനമാണല്ലോ ഇതൊക്കെ. ഈ ചർച്ചകളൊക്കെ അതിനുള്ള സംവിധാനം തന്നെയാണ് ശ്രീ എം പ്രകാശൻ. നിങ്ങൾ എങ്ങനെയെല്ലാം ഈ ചർച്ചകളൊക്കെ ജനങ്ങളാണല്ലോ കാണുന്നത്. പോകുന്നില്ല. ശരി, ഇവിടെ ഇപ്പോ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, പോറ്റി കൊണ്ടുവന്നത് ആക്ഷേപം ഞങ്ങൾക്കെതിരായിട്ടല്ലേ? എന്തോ ദ്വാരപാത കാണുന്നത്. പക്ഷേ എന്താ അവരുടെ ബോധ്യം വന്നത്? ഇവിടെ ഇപ്പോ വാജി ശില്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. പക്ഷേ പിടിച്ചു. വാജി ശില്പം പിടിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. ശരി, നമുക്ക് എല്ലാ കാര്യങ്ങളും വിഷയമാണ്. അകത്ത് കിടക്കുന്ന തന്ത്രിയും അകത്ത് കിടക്കുന്ന പക്വാറും പുറത്തിറങ്ങിയ എൻവാസും പുറത്തിറങ്ങിയ പോറ്റിയും ഒക്കെ തന്നെ നമ്മൾ ഒരുപോലെ ചർച്ച ചെയ്യും. ശ്രീ പ്രകാശൻ, സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങേ പറഞ്ഞ 10 ദിവസത്തിനകമുള്ള പൂർണ്ണമായ റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യാം. സമയം കഴിഞ്ഞു. ശരി, പാർട്ടിക്കാരെന്നുള്ളതല്ല, പ്രതിയാണോ എന്നുള്ളതാണ് വിഷയം. ശരി, വളരെ ആണെങ്കിൽ അവർക്കെതിരാണ് CPM, അവർക്കെതിരാണ് ഗവൺമെന്റ്, അവർക്കെതിരാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.